ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശാരദാമ്മ നടന്ന സംഭവങ്ങളെല്ലാം ശാന്തയോട് വിവരിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ബലമായി ശാരദയെ പണം ഏൽപ്പിച്ചതും പിന്നീട് അത് കള്ളൻ കൊണ്ടുപോയതും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയതും ഒക്കെയായ സംഭവങ്ങളെല്ലാം ശാന്തയോട് പറയുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പറയുകയാണ്, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരെ കയറി. എന്നിട്ട് വല്ല ഫലവും ഉണ്ടായോ? അതും ഇല്ല. ഇതൊന്നും എന്താ ശാരദാമ്മ ശാലിനിയോട് പറയാത്തത്? പറഞ്ഞാലത്തെ പുകില് നിനക്കറിയില്ലേ ശാന്തേ? അവള് നേരെ രാജേശ്വരിയുടെ അടുത്തേക്ക് കയറി ചെല്ലും. അതൊരു വലിയ ബഹളമായാൽ രാജേശ്വരിയും ഗോപാലേട്ടനും വെറുതെ ഇരിക്കുമോ? ഗോപാലേട്ടന്റെ പേരിലാണ് ഈ ഭൂമി. ഇവിടെ നിന്നും പിടിച്ചിറക്കി വിടും നമ്മളെ തെരുവിലോട്ട്. കെട്ടുപ്രായമായ 3 പെൺമക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും ശാന്തേ? നീ തന്നെ പറയ്. ശാരദാമ്മയുടെ സങ്കടം കണ്ട് ശാന്ത പറയുകയാണ്, അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ. ഈ കുടുംബശ്രീ ഉള്ളത് കൊണ്ടാണ് എന്റെയും രാജിയുടെ ഒക്കെ വീട്ടിൽ അടുപ്പ് പുകയുന്നത്. ഇതും കൂടി നഷ്ടമായാൽ പിന്നെ ജീവിതം നരകമാണ്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മോന്റെ കാര്യം അങ്ങ് മറക്കാം. അവനെ ഇനി അടുത്ത വർഷം ചേർക്കാം സ്കൂളിൽ. ഒന്നിലായതല്ലേ ഉള്ളൂ, സാരമില്ല. ഇത് കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പോൾ മോന്റെ ഒരു വർഷം പോകില്ലേ? വീട്ടിലിരുത്തിയും പഠിപ്പിക്കാമല്ലോ ശാരദാമ്മേ. എനിക്കറിയാവുന്ന 4 അക്ഷരം പറഞ്ഞു കൊടുക്കാം, അത് മതി. തീരുമാനിച്ചുറപ്പിച്ച പോലെ ശാരദാമ്മ പറയുകയാണ്, അതുപോരാ, നീ ഒന്ന് അടുപ്പ് നോക്ക്, ഞാനിപ്പോൾ വരാം. അകത്ത് പോയ ശാരദാമ്മ ഒരു പൊതിയുമായി തിരികെ വരികയാണ്. എന്നിട്ട് ശാന്തയോട് പറയുകയാണ്, ഇന്നലെ ശാലിനി കുടുക്ക പൊട്ടിച്ചപ്പോഴാണ് ഞാൻ എന്റെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളെ കുറിച്ച് ഓർത്തത്. പൊതി നിവർത്തിയിട്ട് ശാരദാമ്മ പറയുകയാണ്, ദേ ഇത് കണ്ടോ, ശ്യാമയുടെ കാത് കുത്തിയിട്ട് ആദ്യമായിട്ട് ഇട്ടുകൊടുത്ത കമ്മലാണ്. ഒരെണ്ണം കളഞ്ഞുപോയി, 1-2 ഗ്രാം തികച്ചുണ്ടാവില്ല. പൊട്ടിപ്പോയത് കൊണ്ട് അലമാരയിൽ മാറ്റിവെച്ചേക്കുമായിരുന്നു. പിന്നെ അതിന്റെ കാര്യം മറക്കുകയും ചെയ്തു. ഇപ്പോ ഇതൊരു ഉപകാരമായി ദാ എന്നും പറഞ്ഞ് ശാന്തയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് ആ പൊതി ശാരദാമ്മ. നീ ഇത് വിറ്റ് കാശെടുത്തോ? അയ്യോ, ഇത് വേണ്ട ശാരദാമ്മേ, പൊട്ടും പൊടിയും ആണെങ്കിലും ഈ വീട്ടിൽ ആകെയുള്ള സ്വർണമല്ലേ. സ്വർണമല്ല ശാന്തേ, പഠിപ്പാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. എത്ര കാറും കോളും കണ്ടാലും ശാലിനി ഒരു കരയ്ക്ക് അടുപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ കുടുംബശ്രീയുടെ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിവും പഠിപ്പുമാണ് അതിനുള്ള തുഴ. നാളെ നിനക്കൊരു രക്ഷ ഉണ്ടാകണമെങ്കിലും നിന്റെ കുഞ്ഞ് പഠിച്ചേ പറ്റൂ. ദാ പിടിക്ക്, കാര്യം നടക്കട്ടെ എന്നും പറഞ്ഞ് ശാന്തയെ അത് ഏൽപ്പിക്കുകയാണ് ശാരദാമ്മ. ഇനി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം, ചെല്ല്, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ശാന്തയെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ റൂമിലിരുന്ന് മാല കെട്ടുന്ന പ്രീതിയെയാണ്. അവിടേക്ക് വരികയാണ് സുസ്മിത. കൂടെ സത്യഭാമയുമുണ്ട്. സത്യഭാമ പറയുകയാണ്, മോളെ പ്രീതി വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് സുസ്മിതയെ. പ്രീതി ചോദിക്കുകയാണ്, ഹായ് സുസ്മി, ഇത് എപ്പോഴാണ് വന്നത്? ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ലല്ലോ. അത് കേട്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോ വിളിച്ചു പറയുന്നത്? ഈ വീട്ടിൽ നിന്നോടൊപ്പമോ നിന്നേക്കാളോ കൂടുതൽ അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളവളാണ് സുസ്മിത. എപ്പോൾ വേണമെങ്കിലും വരാം, പോകാം. അതിനു മുൻകൂർ വിളിച്ചു പറയണമെന്നൊന്നും ഇല്ല. അത് കേട്ട് പ്രീതിയുടെ മുഖം ഒന്ന് മങ്ങുകയാണ്. അല്ല, അതിരിക്കട്ടെ, ഞാനൊരു സാരി നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നില്ലേ? സുസ്മിത മോൾക്ക് വേണ്ടി മേടിച്ചത്. അതെവിടെ? ഇങ്ങ് തന്നെ, മോൾക്ക് കൊടുക്കട്ടെ ഞാനത്. അന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഈ അലമാരിക്കകത്ത് വയ്ക്കുന്നത് പോലെയാണ്. അത്രയും പറഞ്ഞ് അലമാരി തുറക്കുകയാണ് സത്യഭാമ. ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് പ്രീതി. അതേസമയം തന്നെ ശാലിനി വീട്ടിൽ തുണികളുമൊക്കെയായി അലമാരിയിൽ വയ്ക്കാനായി പോവുകയാണ്. അവിടെ സത്യഭാമ അലമാരയിൽ സാരി നോക്കുമ്പോൾ ഇവിടെ ശാലിനി മടക്കിയ തുണിയൊക്കെ അലമാരിയിലേക്ക് വയ്ക്കുകയാണ്. അന്നേരം വിഷ്ണു ശാരദാമ്മയ്ക്ക് കൊടുത്ത സാരി ശാലിനി കാണുകയാണ്. ശാലിനി അതൊക്കെ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് ശാരികയോട് ചോദിക്കുകയാണ്, ശാരികേച്ചി, ഇതെവിടെന്നാ ഈ സാരി? ഇത് മുൻപ് കണ്ടിട്ടില്ലല്ലോ. ശാരിക പറയുകയാണ്, ഇതിവിടെ കുടുംബശ്രീയിൽ വരുന്ന ഒരാൾ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. സമ്മാനമോ? എന്തിന്? എനിക്കറിയില്ല. അയാള് ഏതോ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി വച്ചിരുന്ന ഗിഫ്റ്റാണ്. അമ്മയെ കണ്ടപ്പോൾ അന്നം തരുന്ന ആൾക്ക് അന്നം കഴിക്കുന്ന ആൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് കൊടുത്തു. അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ശാരിക പോവുകയാണ്. പിന്നീട് സത്യഭാമ പ്രീതിയോട് ചോദിക്കുകയാണ്, അല്ല, ആ സാരി എവിടെ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് പ്രീതി. വിക്കി പ്രീതി പറയുകയാണ്, ആ സാരി ഡാമേജ് ആയിരുന്നു അമ്മേ, അതുകൊണ്ട് വാങ്ങിയ കടയിൽ തന്നെ തിരികെ കൊടുത്തു. ഡാമേജോ? അതിനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നമ്മേ, അത് വിടർത്തി വിശദമായിട്ട് നോക്കിയപ്പോഴാണ് കുറച്ച് നൂലുകളൊക്കെ പൊട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടത്. കഷ്ടമായല്ലോ എന്ന് പറയുകയാണ് സത്യഭാമ. അന്നേരം വിഷമിച്ചു നിൽക്കുകയാണ് സുസ്മിത. ഞാനത് സുസ്മിതയ്ക്ക് കൊടുക്കാൻ പ്രത്യേകം ഇഷ്ടപ്പെട്ട് മാറ്റിവെച്ചിരുന്നതാണ്.
സുസ്മിത പറയുകയാണ്, ഇതാ കണ്ടില്ലേ അമ്മേ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു ഭാഗ്യദോഷിയാണെന്ന്. ഇവിടെ വന്നപ്പോൾ വിഷ്ണുവേട്ടനെ കാണാനും പറ്റിയില്ല, ആന്റി തരാമെന്ന് പറഞ്ഞ സമ്മാനവും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അത് മോളെ, എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞതുപോലെയല്ല സത്യഭാമയുടെ വാക്ക്. നീ വിഷ്ണുവിന് തന്നെയുള്ളവളാണെന്നും നാളെ എന്റെ സ്ഥാനത്ത് ഈ തറവാട്ടിൽ ഇരിക്കേണ്ടവളാണെന്നും സത്യഭാമ തീരുമാനിച്ചതാണ്. അത് ഉറപ്പിക്കാൻ ഒരു വഴിയുണ്ട്. മോള് വാ, ഒരു കാര്യമുണ്ട് എന്നും പറഞ്ഞ് സുസ്മിതയും കുട്ടി താഴേക്ക് പോവുകയാണ് സത്യഭാമ. ആ സാരിയുമായി അടുക്കളയിലേക്ക് വന്ന ശാലിനി ശാന്തയോട് ചോദിക്കുകയാണ്, ശാന്തേച്ചി, അമ്മ ഇതെവിടെ പോയി? കടയിലുണ്ടല്ലോ, ക്യാഷിലിരിപ്പുണ്ട്. സാരി കാണിച്ച് ശാലിനി ചോദിക്കുകയാണ്, ശാന്തേച്ചിക്ക് അറിയാമോ അമ്മയ്ക്ക് ഈ സാരി പ്രസന്റ് ആയിട്ട് കൊടുത്തത് ആരാണെന്ന്? അന്നേരം ശാന്ത വിഷ്ണു ശാരദാമ്മയ്ക്ക് സാരി കൊടുത്തത് ഓർക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പേരറിയില്ല, കൂടെ കൂടെ ഇവിടെ വരുന്നതാണ്. കൂടെ ഒരു താടിക്കാരനും എപ്പോഴും ഉണ്ടാകും. അതേസമയം കടയിൽ ശാരദാമ്മ രാജിയെ വിളിച്ചിട്ട് ക്യാഷ് ഒന്ന് നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ബുള്ളറ്റിൽ കടയിലേക്ക് എത്തുകയാണ് വിഷ്ണു. ശാരദാമ്മയെ കണ്ട് ശാരദാമ്മ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, അല്ല കൂട്ടുകാരനില്ലേ കൂടെ? അവൻ ഇപ്പോൾ വരും. വിഷ്ണു ചോദിക്കുകയാണ്, ഇപ്പോൾ കാലെങ്ങനെയുണ്ട്? ഓ, അത് മാറി മോനെ, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല. അത്രയും പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന ശാരദാമ്മയോട് വിഷ്ണു പറയുകയാണ്, ശാരദാമ്മേ, ഒരു നിമിഷം, ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, സത്യം പറയണം. ശാരദാമ്മ എന്തിനാണ് ബ്ലേഡ് സത്യഭാമയെ കാണാൻ അവരുടെ വീട്ടിൽ പോയത്? അന്നേരം ഒന്ന് ആകെ പരിഭ്രമിക്കുകയാണ് ശാരദാമ്മ. അയ്യോ പതുക്കെ, ഞാൻ സത്യഭാമയെ കാണാൻ പോയെന്ന് മോനോട് ആര് പറഞ്ഞു? ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നും പണം കടം വാങ്ങുന്ന ആളാണ് ഞാനും. ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. ശാരദാമ്മ എന്നെ കാണാത്തതാണ്. ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാരദാമ്മ പറയുകയാണ്, അയ്യോ മോനെ, മോൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇവിടെ ആരും ഇതറിയരുത്, പ്രത്യേകിച്ച് ശാലിനി മോള്. ഏയ്, ഞാൻ ആരോട് പറയാനാ ശാരദാമ്മേ? അല്ല, ശാരദാമ്മയ്ക്ക് എന്താ പണത്തിനിപ്പോ ഇത്ര ആവശ്യം? അത് എന്ന് ആലോചിച്ച ശേഷം ശാരദാമ്മ പറയുകയാണ്, അത് ബിസിനസ് അല്ലേ മോനെ, എല്ലാം ഒന്ന് നേരെയാക്കി കൊണ്ടുപോകാൻ കാശ് ചിലപ്പോൾ വേണ്ടിവരും. അധികം കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കും, അത്ര തന്നെ. ഓ, അത് ശരി. അത്യാവശ്യം കാശ് കിട്ടിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്ന് വെച്ചാൽ പണത്തിന് ആർക്കാ മോനെ ആവശ്യമില്ലാത്തത്? മോനും കാശിന് ആവശ്യമുണ്ടായത് കൊണ്ടല്ലേ സത്യാമ്മയുടെ അടുത്ത് ചെന്നുപോയി നിന്നത്. അത് വെറും തുച്ഛമായിട്ടുള്ള കാശാണല്ലോ. വാങ്ങാനല്ല, വാങ്ങിയ തിരിച്ചടയ്ക്കാനാണ് ഞാൻ അവിടെ പോയത്. ശാരദാമ്മ പറയുകയാണ്, ആ സമയത്ത് എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യമുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, പണം കിട്ടിയില്ല, അത്ര തന്നെ. എങ്കിൽ ശാരദാമ്മയെ ഞാൻ സഹായിക്കാം. സത്യാമ്മയുടെ കയ്യിൽ നിന്നും എത്ര പണം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം. അതെന്റെ വാക്കാണ്. ശാരദാമ്മ പറയും, എത്ര വേണം കാശ്? വേണ്ട മോനെ, ഇനി അതൊന്നും ശരിയാകില്ല. മോന്റെ ഈ നല്ല മനസ്സിന് നന്ദിയുണ്ട്, സന്തോഷം. അന്നേരം വിഷ്ണുവിനെ കണ്ടിട്ട് ശാന്ത ശാലിനിയെ വിളിക്കുകയാണ്, ശാലിനി, നീ നേരത്തെ ചോദിച്ചില്ലേ ശാരദാമ്മയ്ക്ക് സാരി ആരാണ് കൊടുത്തതെന്ന്? ദേ ആ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടുകയാണ് ശാന്ത. അയാളോ എന്ന് പറഞ്ഞ് നോക്കുകയാണ് വിഷ്ണുവിനെ ശാലിനി. വിഷ്ണു പറയുകയാണ്, പിന്നെ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എനിക്ക്. എന്തായാലും മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ശാരദാമ്മയെ കണ്ടപ്പോൾ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് തോന്നിയത്. അതാ ഞാൻ പിന്നെ എന്ന് പറയുമ്പോൾ ശാലിനി അവിടേക്ക് വന്ന് പറയുകയാണ്, അതെ, ഒരു കാര്യം, നിങ്ങളാണോ ഈ സാരി എന്റെ അമ്മയ്ക്ക് കൊടുത്തത്? അത് പിന്നെ ഞാൻ എന്ന് വിഷ്ണു പറയുമ്പോൾ മോളെ എന്ന് വിളിക്കുകയാണ് ശാരദാമ്മ. ശാലിനി ചോദിക്കുകയാണ്, അല്ല, എനിക്കറിയാമയ്യ എന്ന് ചോദിക്കാൻ. അമ്മയ്ക്കിത് എന്തിന്റെ കേടാണ്? പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീടാണിതെന്ന് ഓർമ്മ വേണം. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ ഉടനെ അതങ്ങ് വാങ്ങി വെക്കുകയാണോ ശാരദാമ്മ? മോളെ ഞാൻ എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനി ദേഷ്യപ്പെടുകയാണ്. കൂടുതലൊന്നും പറയണ്ട. ഇയാളിത് വാങ്ങിയെന്ന് പറഞ്ഞ സാരി വിഷ്ണുവിന്റെ നേരെ നീട്ടുകയാണ് ശാലിനി. അതിനുശേഷം വിഷ്ണുവിന്റെ കൈ പിടിച്ച് സാരി ഏൽപ്പിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, ഇനി ഇയാൾക്ക് പോകാം. ആകെ സങ്കടപ്പെട്ട് ശാലിനിയും ശാരദാമ്മയും ഒന്ന് നോക്കിയിട്ട് പോകാൻ തുടങ്ങിയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മ പറയുകയാണ്, രണ്ടാളും ഒന്ന് നിന്നേ. മോനൊന്ന് നിൽക്ക്. എന്നിട്ട് ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ്, അമ്മയ്ക്ക് എത്ര വയസ്സായെന്നാണ് നിന്റെ വിചാരം? എത്രയായാലും നിന്നേക്കാളും ഒരു വയസ്സെങ്കിലും കൂടുതലുണ്ടല്ലോ എനിക്ക്, അല്ലേ? നിന്നെ പോലെ രണ്ടു മക്കളെ വേറെയും പെറ്റു വളർത്തിയ സ്ത്രീയാണ് ഈ ഞാൻ. കാലക്കേടും കഷ്ടതയും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. കാക്കയ്ക്കും പരുന്തിനും ഒന്നും കൊടുക്കാതെ കാവല് നിന്നിട്ടുമുണ്ട്. എന്നിട്ടും ഇതിനിടയ്ക്ക് ആരുടെയും സഹായമോ സമ്മാനമോ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഈ കുട്ടി എനിക്കിത് തന്നപ്പോൾ എന്തോ നിഷേധിക്കാൻ തോന്നിയില്ല എനിക്ക്.
ഇവനുമായിട്ടെന്തോ പൂർവ്വജന്മ ബന്ധം ഉണ്ടായിരുന്നതുപോലെ. അന്നേരം സ്നേഹത്തോട് ശാരദാമ്മയെ നോക്കുകയാണ് വിഷ്ണു. ശാരദാമ്മ പറയുകയാണ്, ഇവനിത് തന്നിട്ട് പറഞ്ഞത് അന്നം ഊട്ടുന്ന ഒരാൾക്ക് അന്നം കഴിക്കുന്ന ഒരാൾ നൽകുന്ന സമ്മാനം എന്നാണ്. അതെന്റെ മനസ്സിൽ കൊണ്ടു. മാത്രമല്ല എന്റെ കാലിൽ കഞ്ഞിയും കലവും വീണ് കാല് പൊള്ളിയപ്പോൾ ഈ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. ശാരദാമ്മ ആ പറഞ്ഞത് കേട്ട് വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. അത് ചെയ്തവൻ ഒരു സമ്മാനം നൽകിയാൽ ഞാനത് വാങ്ങും. അതെന്റെ തീരുമാനമാണ്. ഉത്തരമില്ലാതെ തലകുനിച്ച് ശാലിനി നിൽക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അത് ഞാൻ മറ്റൊന്നും വിചാരിച്ചല്ല. ഭക്ഷണം തരുന്ന ഒരാളെ അമ്മയുടെ സ്ഥാനത്ത് സങ്കല്പിച്ചു, അത്ര തന്നെ. വിഷ്ണുവിന്റെ സങ്കടപ്പെട്ടുള്ള പറച്ചിൽ കേട്ട് ശാരദാമ്മ പറയുകയാണ്, മതി മോനെ, കൂടുതൽ വിശദീകരിക്കുകയൊന്നും വേണ്ട. ആ സാരി നീ ഇവൾക്ക് കൊടുക്ക്. ഞാൻ കാണട്ടെ എന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം വിഷ്ണുവിന്റെ മുഖമങ്ങ് സന്തോഷം കൊണ്ട് വിരിയുകയാണ്. അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ശാലിനി. എനിക്കോന്ന് ചോദിക്കുകയാണ് ശാലിനി. ശാരദാമ്മ പറയുകയാണ്, അതെ, നിനക്ക് തന്നെ. ഈ വില കൂടിയ സാരിയൊക്കെ ഉടുക്കാനുള്ള പ്രായമൊന്നുമല്ല എന്റേത്. ഇത് കിട്ടിയപ്പോഴേ നിനക്ക് തരണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ സമ്മാനിച്ച ആള് തന്നെ നിനക്കത് തരട്ടെ. രണ്ട് കൈ നീട്ടി വാങ്ങിക്ക്. അമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ വാങ്ങിക്കടി എന്ന് പറയുകയാണ് ശാരദാമ്മ. എന്നിട്ട് വിഷ്ണുവിനെ നോക്കി പറയുകയാണ്, കൊടുക്കുമോനെ, അവള് വാങ്ങിച്ചോളും. അതേസമയം സത്യഭാമയുടെ വീട്ടിൽ പൂജാമുറിയിൽ സുസ്മിതയെ നിർത്തി കർപ്പൂര വിളക്കൊഴിയുകയാണ് സത്യഭാമ. അതിനുശേഷം സത്യഭാമ സുസ്മിതയുടെ നെറ്റിയിൽ സിന്ദൂരം തൊടുകയാണ്. സുസ്മിതയുടെ സീമന്തരേഖയിലും സത്യഭാമ സിന്ദൂരം തൊടുന്നു. അതേ സമയത്ത് തന്നെ വിഷ്ണുവിൽ നിന്നും രണ്ട് കൈ നീട്ടി സാരി വാങ്ങുകയാണ് ശാലിനി. സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട ശേഷം സത്യഭാമ സുസ്മിതയോട് പറയുകയാണ്, മോളെ, ഈ സിന്ദൂരം ഞാൻ മനഃപൂർവ്വം തൊട്ടത് തന്നെയാണ്. മോൾക്കിനി ഒരു സംശയവും വേണ്ട. എന്റെ മകൻ വിഷ്ണു ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴുത്തിൽ ആയിരിക്കും. ഇത് സത്യഭാമയുടെ വാക്കാണ്, വാഗ്ദാനം. സാരി വാങ്ങിയ ശേഷം വിഷ്ണുവും ശാലിനിയും പരസ്പരം തന്നെ നോക്കി നിൽക്കുകയാണ്. വിളക്ക് വെച്ച ശേഷം സത്യഭാമ പറയുകയാണ്, ദേ, മോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇതൊക്കെ വാതിൽക്കൽ തന്നെ നിന്ന് നോക്കി നിൽക്കുകയാണ് പ്രീതി. പിന്നീട് സത്യഭാമ ജയെ വിളിക്കുകയാണ്. നേരം പ്രീതിയെ കണ്ട സത്യഭാമ ചോദിക്കുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഈ കർപ്പൂരം തൊട്ട് തൊഴുത് എന്ന് പറഞ്ഞ് കർപ്പൂര വിളക്ക് പ്രീതിക്ക് നേരെ നീട്ടുകയാണ് സത്യഭാമ. പ്രീതി പറയുകയാണ്, വേണ്ട, അത് സുസ്മിതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞതല്ലേ, അവൾ തന്നെ തൊട്ടാൽ മതി. എന്താ സത്യാമ്മയെന്നും പറഞ്ഞ് ജയ വരുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ സുസ്മിത മോളെ കൊണ്ടുപോയി ആഹാരം കൊടുക്ക്. ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ കട്ട്ലറ്റ് നമ്മൾ ചെയ്തു വച്ചിട്ടില്ലേ, അത് കൊടുക്കണം. മോൾ എന്താ അഭിപ്രായം പറയുന്നതെന്ന് അറിയാമല്ലോ. ചെല്ലു മോളെ, ചെല്ലെന്നും പറഞ്ഞ് ജയക്കൊപ്പം സുസ്മിതയെ പറഞ്ഞു വിടുകയാണ് സത്യഭാമ. അവിടെ കണ്ടതൊന്നും ഇഷ്ടപ്പെടാതെ പോകാൻ തുടങ്ങുന്ന പ്രീതിയോട് സത്യഭാമ പറയുകയാണ്, നിൽക്ക്. കർപ്പൂരം ഒഴിയുന്നതിനും തൊട്ട് കണ്ണിൽ വെക്കുന്നതിനും അവളും നീയും എന്നൊക്കെയുണ്ടോ? ദൈവത്തിന് മുൻപിൽ നീയും അവളുമൊക്കെ ഒരുപോലെയല്ലേ? പ്രീതി പറയുകയാണ്, ദൈവത്തിന് മുൻപിൽ ഞാനും സുസ്മിതയുമൊക്കെ ഒരുപോലെ ആയിരിക്കും. പക്ഷേ സത്യഭാമയുടെ മുൻപിൽ അങ്ങനെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോളെ ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് സത്യഭാമ. പ്രീതി പറയുകയാണ്, അതെ, ഞാൻ തന്നെയാണ് മോള്. സുസ്മിത നാളെ മാത്രം മരുമകൾ ആകേണ്ടവളും. അമ്മ പറയുന്നത് ഞാൻ കുറച്ചു നേരമായിട്ട് കേൾക്കുകയാണ്. ആദ്യം പറഞ്ഞു അവൾക്ക് എന്നേക്കാൾ ഈ വീട്ടിൽ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന്. രണ്ടാമത് പറഞ്ഞത് നാളെ അമ്മയുടെ സ്ഥാനത്ത് ഈ വീട്ടിലിരിക്കേണ്ടത് സുസ്മിതയാണെന്നാണ്. ഇപ്പോതാ അവൾക്ക് വേണ്ടി കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുന്നു, കുങ്കുമം തൊടിയിക്കുന്നു, അതുകൊണ്ട് സുമംഗലി പട്ടം ചാർത്തി കൊടുക്കുന്നു, സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ കട്ട്ലറ്റ് കൊടുത്ത് അഭിപ്രായം ചോദിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. സങ്കടത്തോടെ പ്രീതി ചോദിക്കുകയാണ്, ഞാൻ ആരാ അമ്മേ ഈ വീട്ടിൽ? എന്താ എനിക്കിവിടെയുള്ള സ്ഥാനം? സത്യഭാമ ചോദിക്കുകയാണ്, എന്തൊക്കെയാ നീ സംസാരിക്കുന്നത്? നിനക്കെന്താ അവളോട് അസൂയാണോ? ഒരിക്കലുമല്ല. ഞാൻ സംസാരിച്ചത് അവൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചല്ല, എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യങ്ങളെ കുറിച്ചാണ്. അമ്മ കണ്ണടച്ചിരുട്ടാക്കുന്ന എന്റെ ജീവിതത്തിലെ ഇരുട്ടിനെ കുറിച്ച്. മോളെ, അത് ഞാൻ എന്ന് സത്യഭാമ പറയുമ്പോൾ ചിരി വരുത്തിക്കൊണ്ട് പ്രീതി പറയുകയാണ്, എനിക്ക് സുസ്മിതയോട് വെറുപ്പൊന്നും ഇല്ലമ്മേ. വിഷ്ണുവേട്ടന്റെ ഭാര്യയായാൽ വിരോധവും എനിക്കില്ല. പക്ഷേ ഒരു താലിയുടെ മുറിപ്പാടുള്ള ഹൃദയമാണ് എന്റേത്. അമ്മ ഈ കരുതലും കാരുണ്യവും ഒക്കെ കോരിച്ചൊരിയേണ്ടത് അതിനർഹതയുള്ളതും ഈ പ്രീതിയോടാണ്. അല്ലെങ്കിൽ നാളെ സുസ്മിയുടെ അമ്മ സരളയും അവളെ സ്വന്തം വീട്ടിൽ തടവിലിട്ടു എന്നിരിക്കും. അമ്മയുടെ മകൻ വിഷ്ണുവും അലയും എന്റെ ഭർത്താവ് അർജുനേട്ടനെ പോലെ വിതച്ചതേ കൊയ്യൂ എന്നൊക്കെയല്ലേ അമ്മയെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. അന്നമ്മ സുസ്മിക്ക് കൊടുക്കുന്ന ഈ പൈനാപ്പിൾ കട്ട്ലറ്റിന് കയ്പുണ്ടാകാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. അമ്മയും ഒരു പെണ്ണല്ലേ, സുഖമില്ലാത്ത ഭർത്താവിനെ ഊട്ടിയുടിപ്പിക്കുന്ന പെണ്ണ്. നന്നായിട്ട് ആലോചിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാകും പ്രീതിയുടെ മനസ്സിൽ അസൂയാണോ അതോ അടങ്ങാത്ത സങ്കടക്കടലാണോ എന്നുള്ളത്. അത്രയും പറഞ്ഞ് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോവുകയാണ് പ്രീതി. ഉത്തരമില്ലാതെ ആലോചിച്ചു നിൽക്കുകയാണ് സത്യഭാമ.
ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.